വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഒരു ഇലസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ എങ്ങനെയാണ് ഒരു ഇലസ്ട്രേഷനിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഒരു ചെറിയൊരു എന്താ പറയുക പ്രോസസ്സ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഐഡിയ ആണ് വേണ്ടത്. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യണത്. നമ്മളിപ്പോൾ ഒരു നോട്ട്ബുക്കാണോ ചെയ്യണേ, ഒരു നോട്ട് പാഡാണോ ചെയ്യണേ, അതോ അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് അതെന്താണെന്ന് ആദ്യം ചിന്തിക്കാം. അപ്പോൾ നമുക്കൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആദ്യം ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇത്രയും സ്പേസിൻ്റെ ഉള്ളിലുള്ള ഒരു ഇലസ്ട്രേഷനാണ് വേണ്ടത് എന്ന്. ഫസ്റ്റ് അങ്ങനെയാണ് വേണ്ടത്. സെക്കൻഡ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ഡിസൈന്, അതിനുള്ള ഒരു കളറ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു സപ്പോസ് ഒരു ഡിവോഷണൽ ആയിട്ടുള്ള ഒരു കൃഷ്ണനെ കുറിച്ചിട്ടാണ് നിങ്ങളൊരു ഡിസൈനാണ് ചെയ്യണമെങ്കിൽ, കൃഷ്ണൻ്റെ മയിൽപീലി, കൃഷ്ണൻ്റെ ഓടക്കുഴൽ, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കളറ് ബ്ലൂ കളറ്, സ്കൈ ബ്ലൂ കളർന്ന് പറയും, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ മഞ്ഞപ്പട്ട്, ഇങ്ങനെ പല ആ ഒരു വിഷയത്തിൻ്റെ ഡീപ്പായിട്ട് നമ്മൾ എഴുതിയിടുക. നമ്മളിപ്പോൾ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നമ്മളൊരു ബുക്കിൽ നമ്മൾ എഴുതിയിടുക. അങ്ങനെ എഴുതിയിട്ടിട്ട് നമ്മൾ ഓക്കെ ഇന്നതാണ് ഇങ്ങനെയാണ് വരിക ഇന്നെന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ചിട്ട് പോലെ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ ഓക്കെ നമുക്കതൊരു ഐഡിയ കിട്ടും. ഇങ്ങനെ ചിട്ട് പോലെ എഴുതി വെക്കുകയാണെങ്കിൽ നല്ല ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിൽ ഗോ ടു ദി ഐപാഡ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പൊതുവേ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രോക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് ഐപാഡിൽ. അതിൽ പോയിട്ട് ഡിസൈൻ ചെയ്യും. പ്രോക്രിയേറ്റിൽ എളുപ്പമാണ്, ഇറ്റ്സ് വെരി ഈസി ടു ഡിസൈൻ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പൊതുവെ എല്ലാവർക്കും അതെ, യൂട്യൂബ് മാത്രമല്ല ഏതൊരാളോടും നിങ്ങൾ ഡിസൈനിങ്ങിൻ്റെ കാര്യം ചോദിച്ചോളൂ. ഹൂഎവർ യൂസസ് ആപ്പിൾ പ്രൊഡക്റ്റ്, ദ ഫസ്റ്റ് തിങ് ദാറ്റ് ദേ വുഡ് സേ ഇസ് ദി ആപ്പ് പ്രോക്രിയേറ്റ്. അപ്പോൾ ആ പ്രോക്രിയേറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ പോകും. പ്രോക്രിയേറ്റ് ആപ്പിൽ പോയിട്ട് എന്താ ഞാൻ ചെയ്യുക, പ്രോക്രിയേറ്റിൽ ഞാൻ ഡിസൈനിങ് ചെയ്യും. അപ്പോൾ ഡിസൈനിങ് ചെയ്യുമ്പോൾ ഓരോ ലെയർ, നമ്മൾ ഫോട്ടോഷോപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓരോ ലെയറിൽ ഓരോ ഐഡിയ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതിങ്ങനെ ഇപ്പം നമ്മൾ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഉള്ളിയുടെ തോല് പൊളിക്കുമ്പോൾ നമുക്ക് ഫൈനലി ഇങ്ങനെ ഇത് കിട്ടുമല്ലോ. ഉള്ളിയുടെ ഒരു ലെയർ പോലെയാണ് ഈ ലേയേഴ്സ്. ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ പറയുകയാണ്. ഇപ്പോൾ ചിലർക്ക് പ്രോക്രിയേറ്റ് ചെയ്തിട്ടുള്ള ശീലം അറിയില്ല. അപ്പം അങ്ങനെ ആ ലെയറിൽ നമ്മൾ ഓരോന്ന് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഡിസൈൻ കിട്ടും. ഈ ഡിസൈൻ നമ്മൾ അതിൻ്റെ മുന്നേ അതിൽ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു A4 ഷീറ്റിൻ്റെ ഒരു ഡിസൈൻ ആണെങ്കിൽ A4 ഷീറ്റ് ഡോക്യുമെൻ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനെ റെസൊല്യൂഷനൊക്കെ കൂട്ടി നമ്മളതിനെ ഡിസൈൻ ചെയ്ത് തുടങ്ങാം. ഇങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ കാണുന്ന പോലെ ഞാനൊരു ഫോട്ടോ ഇവിടെ വെക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന പോലെ ഈ ഒരു സ്പേസിൽ ഇവിടെയാണ് നമ്മൾ ഡിസൈനിങ് ചെയ്യണത്. ഇവിടെ നമുക്ക് കളറ് കയറ്റാം, നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമേജസ്, ടെക്സ്റ്റ് ഒക്കെ ടെക്സ്ചർ ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ JPEG ആയിട്ട് സേവ് ചെയ്യുക, അല്ലെങ്കിൽ PNG ആയിട്ട് സേവ് ചെയ്യുക. JPEG ആയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിനെ പ്രിൻ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യാം. അല്ല അത് നമുക്കൊരു ബുക്കിൻ്റെ മുകളിൽ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതുപോലത്തെ ഒരു ടെംപ്ലേറ്റൊക്കെ എടുത്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളതിനെ ഫോൾഡ് ചെയ്തിട്ട് അത് നമുക്ക് ചട്ടയാക്കിയിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് വെക്കാം, ബുക്കിലൊക്കെ പ്രിൻ്റ് ചെയ്ത് വെക്കാം. അപ്പം അങ്ങനെയാണ് ഒരു നോട്ട്ബുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നോട്ട് പാഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സെയിം തിങ് തന്നെയാണ്, പ്രോസസ്സ് തന്നെയാണ്. എക്സെപ്റ്റ് ദാറ്റ് നമ്മൾ പ്രോക്രിയേറ്റിൽ A4 പകരം
നമ്മളൊരു സൈസ് നോട്ട് പാഡിൻ്റെ ഏത് നോട്ട് പാഡിൻ്റെ സൈസാണ്, ഇപ്പോൾ A6 ആണോ DL സൈസ് ആണോ? DL സൈസ് എന്ന് പറയണത് നമ്മുടെ A5ൻ്റെ പകുതിയാണ്, എന്നുവെച്ചാൽ ലോങ്ങറാണ് അത്. മറ്റേത് എന്ന് പറയണത് ഈ സൈസ് വരും. A6 എന്ന് പറഞ്ഞാൽ ഈ സൈസ്. ഇപ്പോൾ എന്താ പറയുക, A6 എന്ന് പറഞ്ഞാൽ A5ൻ്റെ ചെറുത് ആണ് A6. അപ്പോൾ A6 സൈസിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റണേന്ന് വെച്ചാൽ ആ സൈസിൽ തന്നെ നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ട് കൊടുക്കാം, പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം. അങ്ങനെ പ്രിൻ്റ് ചെയ്യാം, കട്ട് ചെയ്യുക. എന്നിട്ട് അപ്പോൾ അതിൽ ഡിസൈൻ എങ്ങനെയാണ് വരണ്ടത്? ഇപ്പോൾ ഡിസൈൻ നടുക്കിലാണ് എഴുത്ത് വേണ്ടെങ്കിൽ, നമുക്ക് ബ്ലാങ്ക് സൈസ് സ്പേസ് വെക്കണമെങ്കിൽ അതിൻ്റെ ചുറ്റുമാണ് ഡിസൈൻ വരിക. അപ്പോൾ ഈ ലെയർ ബൈ ലെയർ ചെയ്യുമ്പോൾ നമുക്ക് അടിയിൽ ലെയർ നമുക്ക് ചുറ്റും ചെയ്യാം, അതിൻ്റെ മുകളിലൊരു വൈറ്റ് ബ്ലാങ്ക് സ്പേസ് ഇട്ടാലും മതി. ആൻഡ് ദാറ്റ് ഈസ് വെരി ഈസി. പ്രോക്രിയേറ്റ് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രോക്രിയേറ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഐഡിയയിൽ നിന്ന് ഒരു നോട്ട്ബുക്ക് ഡിസൈൻ അല്ലെങ്കിൽ നോട്ട്ബുക്ക് കവർ അല്ലെങ്കിൽ നോട്ട് പാഡ് ഡിസൈനിലേക്ക് നമ്മൾ വരിക. സോ താങ്ക് യു ടു ദിസ് സ്മോൾ കുട്ടി ടോക്ക് ഫ്രം ഉഷാസ് ക്രിയേറ്റീവ് സ്പേസ്. Till then, next time.